നമ്മളിന്ന് സുഖപ്പെടുത്തലിന്റെ കൂദാശകളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും കുമ്പസാരം എന്ന കൂദാശയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ക്രൈസ്തവ പ്രാരംഭ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ലോകത്തിലായതിനാൽ ഈ ദൈവിക ജീവൻ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ദുർബലമാക്കപ്പെടാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മാക്കളുടെ ബിഷഗുരനായ ഈശോ മിശിഹ തൻ്റെ പരസ്യ ജീവിതകാലത്ത് താൻ തുടർന്നിരുന്ന സുഖപ്പെടുത്തലിൻ്റെ ഈ ഒരു ശുശ്രൂഷ സഭ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, സഭ തുടരണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവിടുന്ന് സുഖപ്പെടുത്തലിൻ്റെ കൂദാശകൾ സഭയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. കുമ്പസാരം എന്ന കൂദാശയിൽ സംഭവിക്കുന്നത് പാപം വഴി ദൈവത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു. സഭയുമായിട്ട് ബന്ധം നഷ്ടപ്പെടുന്ന മനുഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ സഭ ഈ പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളാണ് ഓരോ കുമ്പസാരത്തിലും സംഭവിക്കുന്നത്. കുമ്പസാരം എന്ന ഈ ഒരു കൂദാശയെ ഈ ഒരു മാനസാന്തരത്തിന്റെ കൂദാശയെന്നും അനുതാപത്തിന്റെ കൂദാശയെന്നും ഏറ്റുപറച്ചിലിന്റെ കൂദാശയെന്നും ക്ഷമിക്കലിന്റെ കൂദാശയെന്നും അനുരഞ്ജനത്തിന്റെ കൂദാശയെന്നും വ്യത്യസ്തമായ പേരുകളിലാണ് ഈ കൂദാശ അറിയപ്പെടുന്നത്. മാമോദീസയിൽ ഒരാളുടെ പാപങ്ങൾ മുഴുവനും ക്ഷമിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ എന്തിനാണ് മാമോദീസയ്ക്ക് ശേഷം കുമ്പസാരം എന്ന കൂദാശ ആവശ്യമായിട്ടുണ്ട്? നമുക്കറിയാം, മാമോദീസയുടെ ഒരാളുടെ ഉത്ഭവ പാപവും കർമ്മപാപം ഉണ്ടെങ്കിൽ അതും പരിപൂർണമായിട്ട് മോചിപ്പിക്കപ്പെടുന്നുവെന്ന് നമുക്കറിയാം. മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ കഴുകപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ക്രിസ്തുവിനെ ധരിച്ചവരായിട്ട് തീരുകയും വിശുദ്ധരും കളങ്കരഹിതരുമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ മാമോദീസയുടെ പ്രാരംഭ കൂദാശകളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഈ ഒരു നവജീവൻ ഒരു വ്യക്തിയുടെ മനുഷ്യപ്രകൃതിയെ മുഴുവനും മാറ്റിമറിക്കുന്നില്ല. പാപാസക്തി എന്ന് വിളിക്കപ്പെടുന്ന പാപം ചെയ്യാനുള്ള പ്രവണത ഓരോ മനുഷ്യനിലും നിലനിൽക്കുന്നുണ്ട്. അവൻ തൻ്റെ ജീവിത സമരത്തിൽ കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ചുകൊണ്ട് ഈ ഒരു പാപാസക്തിക്ക് എതിരെ പടപൊരുതി നിൽക്കേണ്ടവനാണ്. കർത്താവ് ഈശോ മിശിഹ എല്ലാ വ്യക്തികളെയും മാനസാന്തരത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൽ ഈ മാനസാന്തരത്തിന്റെ സന്ദേശം വളരെ അടിസ്ഥാനപരമാണ് താനും. സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നുള്ളത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണത്തിന്റെ അടിസ്ഥാന സന്ദേശമാണ്. സഭ 2 ഇടങ്ങളിലാണ് ഈ മാനസാന്തരത്തിലേക്കുള്ള വിളിക്ക് പ്രത്യുത്തരം നൽകുന്നത്. ഏറ്റവും ആദ്യമായിട്ട് സുവിശേഷം അറിയാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മാനസാന്തരത്തിലേക്കുള്ള വിളിക്ക് പ്രത്യുത്തരം നൽകുന്നത് ആദ്യമായിട്ട് മാമോദീസയിലാണ്. കാരണം മാമോദീസയിലാണ് ഒരു വ്യക്തി പാപത്തെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുന്നതും രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതും. രക്ഷയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ഈ മാനസാന്തരത്തിനുള്ള വിളി, ആഹ്വാനം അത് സഭയിൽ നിരന്തരം നിലനിൽക്കുന്നുണ്ട്. സഭ നിരന്തരം തന്നെ വിശുദ്ധീകരിക്കേണ്ടവളാണ്. അതുകൊണ്ട് തന്നെ പാപത്തിനുള്ള സാഹചര്യങ്ങൾ മനുഷ്യനിൽ നിലനിൽക്കുന്നിടത്തോളം ഈ മാനസാന്തരത്തിലേക്കുള്ള 2ാമത്തെ വിളിക്ക് പ്രത്യുത്തരം നൽകുന്ന ഇടമാണ് അനുതാപത്തിന്റെ കൂദാശയായ മാനസാന്തരത്തിന്റെ കൂദാശയായ കുമ്പസാരം എന്ന കൂദാശയിൽ. വിശുദ്ധ അംബ്രോസ് പറയും, സഭയിൽ 2 തരം മാനസാന്തരം ഉണ്ടെന്ന്. ഒന്നാമത്തേത് ജലവും കണ്ണുനീരും. ജലം മാമോദീസായും കണ്ണുനീര് കുമ്പസാരം എന്ന കൂദാശയിൽ ചൊരിയപ്പെടുന്ന അനുതാപത്തിന്റെ കണ്ണുനീരുമാണ്. ഈ മാനസാന്തരത്തിലേക്കുള്ള വിളിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ബാഹ്യമായ ചില പ്രകടനങ്ങളിൽ മാത്രമല്ല ഈ ഒരു മാനസാന്തരം നടത്തുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ചാക്കുടുത്തും ചാരം പൂശിയും ഉപവസിച്ചും പരിത്യാഗം ചെയ്തൊക്കെ ഈ മാനസാന്തരം പ്രകടിപ്പിച്ചത് ബാഹ്യമായ പ്രവൃത്തികളിലേക്കല്ല
ആദ്യമായിട്ട് ഈ ഒരു മാനസാന്തരത്തിലേക്കുള്ള വിളി ലക്ഷ്യം വെക്കുന്നത് അതൊരുവന്റെ ആന്തരികമായ ഒരു പരിവർത്തനത്തിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. ആന്തരികമായ പരിവർത്തനം എന്ന് പറയുമ്പോൾ ഈ മാനസാന്തരത്തിൽ പ്രധാനമായിട്ടൊരു 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്നാമത്തേത്, ഈ മാനസാന്തരം, ഈ ആന്തരികമായിട്ടുള്ള മാനസാന്തരം, അനുതാപം ഒരു തിരിച്ചുവരവാണ്. ധൂർത്തപുത്രൻ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നതുപോലെ നഷ്ടപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് ആദ്യമേ തന്നെ മാനസാന്തരം. രണ്ടാമത്തത് ഒരു പിന്തിരിയലാണ്. അത് പാപത്തിൽ നിന്ന് പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയലാണ്. പാപത്തിൽ നിന്നും പാപത്തിന്റെ സന്തോഷങ്ങളിൽ നിന്നുള്ള പിന്തിരിയലാണ് രണ്ടാമതായിട്ട് ഈ ആന്തരിക മാനസാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ. മൂന്നാമത്തെ കാര്യം, ഒരുവൻ തൻ്റെ ജീവിതത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന പരിവർത്തനത്തെ അതിനെടുക്കുന്ന അവനൊരു തീരുമാനം കൂടിയാണ് ഈ ഒരു ആന്തരിക മാനസാന്തരം. ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം. ഒന്ന്, അത് ഒരു തിരിച്ചുവരവാണ് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്. അത് ഒരു പിന്തിരിയലാണ്, പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ചുകൊണ്ട് പാപത്തിൽ നിന്നുള്ള പിന്തിരിയൽ. മൂന്നാമത്തത്, ജീവിതത്തെ നവീകരിക്കാനുള്ള ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം. ക്രൈസ്തവ ജീവിതത്തിൽ ഈ പ്രായശ്ചിത്തത്തെ പല തരത്തില് നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട്. സഭാപിതാക്കന്മാര് പറയുന്നതനുസരിച്ച് 3: ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. ഈ 3 കാര്യങ്ങളിലാണ് ഒരാളുടെ പ്രായശ്ചിത്തത്തിന്റെ അല്ലെങ്കിൽ ആ മാനസാന്തരത്തിന്റെ പ്രവൃത്തികളായിട്ട് പറയുന്നത്. അപ്പോൾ തന്നെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ദരിദ്രരോടുള്ള താല്പര്യം, നീതിയുടെയും ന്യായത്തിന്റെയും പരിശീലനം, സഹോദരനോട് ചെയ്ത തെറ്റുകളെ ഏറ്റുപറയുന്നത്, സഹോദരന്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നത്, ജീവിതത്തെ നമ്മൾ പുനർവിചിന്തനം ചെയ്യുന്നത്, ഒരു ആധ്യാത്മിക പിതാവിന്റെ നിയന്ത്രണത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ പീഡകളെ നമ്മൾ സ്വീകരിക്കുന്നത്, അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് ഈ ഒരു ആന്തരിക പ്രായശ്ചിത്തത്തെ നമ്മുടെ അനുദിന പ്രവർത്തികളിലൂടെ പ്രകടമാക്കാവുന്നതാണ്. പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ നമ്മുടെ പ്രായശ്ചിത്ത ജീവിതത്തിന്റെ ഒരു പ്രകടനമായിട്ട് മാറും. കാരണം അത് ഈ പ്രായശ്ചിത്ത ജീവിതം ആരംഭിക്കുന്നത് അതിന്റെ ഉറവിടമായിട്ട് നമുക്ക് പരിശുദ്ധ കുർബാനയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കർത്താവ് യേശു മിശിഹ കുരിശിൽ സ്വന്തമാക്കി പാപങ്ങളുടെ മോചനത്തിന്റെ ഒരു ആഘോഷമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അനുദിന തെറ്റുകളിൽ നിന്ന് മോചിപ്പിക്കാനും മാരക പാപങ്ങളിൽ വീഴാതെ നമ്മളെ കാത്തു സൂക്ഷിക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധ കുർബാന അർപ്പണം. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥ പാരായണം, യാമപ്രാർത്ഥനകള്, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുന്നത്, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ആധ്യാത്മികമായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പ്രായശ്ചിത്ത ജീവിതത്തെ, പരിഹാരത്തിന്റെ ജീവിതത്തിന്റെ, അനുതാപത്തിന്റെ ജീവിതത്തെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ആരാധനാക്രമ വത്സരത്തിലെ ചില പ്രധാനപ്പെട്ട കാലങ്ങൾ, നോമ്പ് കാലഘട്ടങ്ങൾ, ഉപവാസ ദിനങ്ങൾ, അതെല്ലാം നമ്മുടെ ഈ ഒരു പ്രായശ്ചിത്ത ജീവിതത്തെ സഹായിക്കുന്നതാണ്. പാപം ദൈവത്തിനെതിരായിട്ടുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ട് പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഈശോ മിശിഹ ദൈവപുത്രനായതുകൊണ്ട് അവിടത്തേക്ക് പാപം ക്ഷമിക്കാനുള്ള അധികാരമുണ്ട്. മനുഷ്യപുത്രന്റെ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരമുണ്ട് എന്ന് കർത്താവ് യേശു മിശിഹ തന്റെ പരസ്യ ജീവിതകാലത്ത് തന്നെ പറയുകയും പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ കുരിശിൽ നേടിയെടുത്ത ഈ ഒരു പാപമോചനത്തിന്റെ ശുശ്രൂഷകരാകാൻ സഭയ്ക്ക് സാധിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചതുകൊണ്ട് തൻ്റെ അപ്പസ്തോല വൃന്ദത്തിന് കർത്താവ് യേശു മിശിഹ ഈ പാപങ്ങൾ മോചിക്കാനുള്ള ഈ അധികാരം നൽകി. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞ് പാപമോചനത്തിനുള്ള അധികാരം പത്രോസിന് സഭയ്ക്ക് ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. കെട്ടാനും അഴിക്കാനുള്ള ഈ അധികാരത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസ് തന്റെ സംസർഗത്തിലേക്ക് ആരെങ്കിലും സ്വീകരിച്ചാൽ ദൈവവുമായിട്ടുള്ള സംസർഗത്തിലേക്ക് അവൻ സ്വാഭാവികമായിട്ടും കടന്നു വരുമെന്നും, പത്രോസ് തന്റെ സംസർഗത്തിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കിയാൽ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് ആ വ്യക്തി ഒഴിവാക്കപ്പെടുമെന്നുള്ളതാണ് അതർത്ഥമാക്കുന്നത്.
ദൈവവുമായിട്ടുള്ള അനുരഞ്ജനവും സഭയുമായിട്ടുള്ള അനുരഞ്ജനവും നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. കാരണം കർത്താവ് ഈശോ മിശിഹാ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്തത്. കർത്താവ് ഈശോ മിശിഹാ പാപങ്ങൾ ക്ഷമിക്കുന്നതോടൊപ്പം പാപികളായി മാറ്റി നിർത്തപ്പെട്ട സകലരെയും സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഈശോ പാപികളോടുകൂടെ ഭക്ഷണത്തിനിരുന്നതും പാപികളുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചതും പാപികളെ സ്വീകരിച്ചതും ഒക്കെ ഈ ഒരു സമൂഹത്തിലേക്ക്, നഷ്ടപ്പെട്ട ദൈവ സമൂഹത്തിലേക്ക് അവരെ കൂട്ടിച്ചേർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുക മാത്രമല്ല, സഭയുമായിട്ടുള്ളൊരു അനുരഞ്ജനം സാധ്യതമാകൂടെ ചെയ്യുന്നുണ്ട് സഭയുടെ അനുതാപത്തിന്റെ കൂദാശയുടെ പരികർമ്മത്തിൽ. കർത്താവ് ഈശോ മിശിഹാ പാപികളായ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കൂദാശ സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം പാപം വഴി ദൈവത്തിന്റെ സംസർഗവും സഭയുടെ സംസർഗവും നഷ്ടപ്പെട്ട എല്ലാവർക്കും ദൈവത്തിലേക്കും സഭയിലേക്കും ഈ ഒരു നഷ്ടപ്പെട്ട ബന്ധത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കൂദാശയായിട്ടാണ് കർത്താവ് ഈശോ മിശിഹാ കുമ്പസാരം എന്ന കൂദാശയെ സ്ഥാപിച്ചിട്ടുള്ളത്. ആദിമസഭയിൽ ഈ ഒരു കൂദാശ പരികർമ്മം ചെയ്ത രീതിക്ക് കാലാകാലങ്ങളായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ആദിമസഭയില് മാരകമായ പാപങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു കൂദാശ സ്വീകരിക്കുക ഇത്തിരി കഠിനമായ ചില പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെയായിരുന്നു. അത് വർഷങ്ങൾ എടുക്കുന്ന പരസ്യമായ പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെ സഭയുമായിട്ടുള്ള സമ്പർക്കത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ചിലയിടങ്ങളിൽ ജീവിതകാലത്ത് ഒരിക്കൽ മാത്രമേ അതിനുള്ള അവസരങ്ങൾ നൽകപ്പെട്ടിരുന്നുള്ളൂ. 7-ാം നൂറ്റാണ്ടിലാണ് അയർലൻഡിൽ നിന്നുള്ള മിഷണറിമാര് പൗരസ്ത്യ സന്യാസ പാരമ്പര്യത്തിൽ നിലനിന്നിരുന്ന വ്യക്തിപരമായ രഹസ്യ കുമ്പസാരത്തിന്റെ രീതി യൂറോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് അത്തരത്തിലുള്ളൊരു കുമ്പസാര രീതി കടന്നു വന്നതോടു കൂടിയിട്ട് തന്നെ പരസ്യമായ സുദീർഘമായ പ്രായശ്ചിത്ത പ്രവർത്തികൾ ഈ അനുരഞ്ജന കൂദാശയോടൊപ്പം ചെയ്യണമെന്നതിന് ഒരു അറുതി വന്നു. അതുപോലെ തന്നെ ഇത് ആവർത്തിച്ച് സ്വീകരിക്കാനായിട്ടുള്ള ഒരു സാധ്യത കൈവന്നു. ഒറ്റ കൗദാശിക ആഘോഷത്തിൽ ഒരാളുടെ മാരക പാപങ്ങളും ലഘുപാപങ്ങളും ക്ഷമിക്കപ്പെടാനുള്ള സാധ്യത നിലവിൽ വന്നു. കുമ്പസാരക്കാരനും കുമ്പസാരിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള രഹസ്യമായിട്ടുള്ള ഒരു പരികർമ്മത്തിനുള്ള ഒരു സാധ്യത ഇതിലൂടെ ഉണ്ടാവുകയും ചെയ്തു. കാലത്തിന്റെ വളർച്ചയിൽ കുമ്പസാരമെന്ന കൂദാശയുടെ പരികർമ്മത്തിന് പല വ്യത്യാസങ്ങളും ഉണ്ടായെങ്കിലും അതിൽ മാറ്റപ്പെടാത്ത 2 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി മാനസാന്തരത്തിന് വിധേയനാകുന്ന മനുഷ്യ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ. അത് അവന്റെ മനസ്താപം, പാപങ്ങളുടെ ഏറ്റുപറച്ചില്, പരിഹാരം ചെയ്യല്, ഈ 3 കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ നാമത്തിൽ പാപങ്ങൾ ക്ഷമിക്കുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് പരിഹാര പ്രവർത്തികൾ നിശ്ചയിക്കുകയും ഈ പാപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ പാപിയോടൊത്ത് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തി. ഈ 2 അടിസ്ഥാന ഘടകങ്ങൾക്ക് കുമ്പസാരം എന്ന കൂദാശയിൽ കാലങ്ങളായിട്ട് മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ബാഹ്യം ആചരണ രീതിയിൽ മാത്രമേ വന്നിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല.